ജോലിഭാരം കൂടിയാൽ നമുക്ക് ദേഷ്യവും സങ്കടവും കാരണം എല്ലാം ഇട്ടെറിഞ്ഞു പോകാൻ തോന്നാറുണ്ട്. എന്നാലും വരുമാനമാർഗം ഇതാണല്ലോ എന്നോർത്ത് പിടിച്ചു നിന്ന് പോകുന്നതാണ് ഭൂരിഭാഗം പേരും. എന്നാൽ ഇത്ര പോലും ക്ഷമയില്ലാത്തൊരു റോബോട്ടാണ് ശാസ്ത്രലോകത്തിൻ്റെ ഇന്നത്തെ സംസാര വിഷയം. ജോലിഭാരം മനുഷ്യർക്ക് മാത്രമല്ല റോബോട്ടുകൾക്കുമുണ്ട്. ജോലിഭാരം താങ്ങാനാവാതെ ഒരു റോബോട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിനകം പലതരം റോബോട്ടുകൾ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ദക്ഷിണ കൊറിയയിൽ ജൂൺ 26-നായിരുന്നു സംഭവം. ഗുമി സിറ്റി കൗൺസിലിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു റോബോട്ടിന്റെ പ്രവർത്തനം അപ്രതീക്ഷിതമായി തകരാറിലാവുകയും ഇതിനെ തുടർന്ന് 6.5 അടി ഉയരമുള്ള പടികളിൽ നിന്ന് വീഴുകയും പ്രവർത്തനരഹിതമാവുകയുമായിരുന്നു. എന്നാൽ റോബോട്ടിന്റെ വീഴ്ച ചിലപ്പോൾ ആത്മഹത്യയാകാമെന്നാണ് സിറ്റി കൗൺസിൽ അധികൃതർ പറയുന്നത്. വീഴ്ചയ്ക്ക് മുമ്പ് റോബോട്ട് നിന്നിടത്ത് നിന്ന് കറങ്ങുന്നത് ഒരു ഉദ്യോഗസ്ഥൻ കണ്ടിരുന്നു. സംഭവം പ്രാദേശിക മാധ്യമങ്ങളിലും റോബോട്ടിന്റെ ആത്മഹത്യ എന്ന രീതിയിലാണ് പ്രചരിക്കപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും അധികം റോബോട്ടുകൾ ഉപയോഗത്തിലുള്ള രാജ്യമാണ് ദക്ഷിണ കൊറിയ. ഓരോ 10 ജീവനക്കാർക്കും ഒരു ഇൻഡസ്ട്രിയൽ റോബോട്ട് എന്ന നിലയിൽ ഇവിടെ റോബോട്ട് ഉപയോഗമുണ്ടെന്നാണ് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റോബോട്ടിക്സ് പറയുന്നത്. വിവരങ്ങൾ കൈമാറാനും രേഖകൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനുമെല്ലാമാണ് ഈ റോബോട്ടിനെ ഉപയോഗിച്ചിരുന്നത്. മറ്റ് ജീവനക്കാരെ പോലെ തന്നെ 9 മണി മുതൽ 6 മണി വരെയാണ് റോബോട്ടിന്റെ ജോലി സമയം. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ ID കാർഡും ഇതിനുണ്ടായിരുന്നു. കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെയർ റോബോട്ടിക്സ് ആണ് ഈ റോബോട്ട് നിർമ്മിച്ചത്. റെസ്റ്റോറന്റുകൾക്ക് വേണ്ടിയുള്ള റോബോട്ടുകൾ നിർമ്മിച്ച ശ്രദ്ധേയമായ കമ്പനിയാണ് ബെയർ റോബോട്ടിക്സ്. 2023-ലാണ് ഈ റോബോട്ടിനെ ഒരു സിറ്റി കൗൺസിൽ ഓഫീസറായി തിരഞ്ഞെടുത്തത്. ഓഫീസിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന ഈ റോബോട്ടിന് കെട്ടിടത്തിൽ ഒരു നിലയിൽ നിന്നും മറ്റൊരു നിലയിലേക്ക് സ്വയം ലിഫ്റ്റിൽ സഞ്ചരിക്കാനും കഴിവുണ്ടായിരുന്നു. റോബോട്ടിനുണ്ടായ പ്രശ്നം പഠിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ അധികൃതർ.